റെഡ് ഫ്ലാഗ് റിലേഷൻഷിപ്പ്, ഗ്രീൻ ഫ്ലാഗ് റിലേഷൻഷിപ്പ് അതിനൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഫ്ലാഗ് ഏറ്റവും മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതും, ഗ്രീൻ ഫ്ലാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അടിപൊളിയായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 5 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഈ 5 കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ നൗ സേഫ്. ഫസ്റ്റ് വൺ ഈസ് ബൗണ്ടറീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, നന്നായി റെസ്പെക്റ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ കാര്യങ്ങൾക്കും അവർ റെസ്പെക്റ്റ് ചെയ്യുക. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് സക്സസ്ഫുൾ കംപ്ലീറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ, നമ്മുടെ സങ്കടം ആയിക്കോട്ടെ, നമ്മുടെ ഇടങ്ങേറുകളായിക്കോട്ടെ, നമ്മുടെ എന്ത് കാര്യങ്ങളും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ലിസൺ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ. അവിടെയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പോയിന്റും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് നിങ്ങളുടെ ഗ്രോത്തിനെ അവർ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ അവർ സെലിബ്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് നിങ്ങളെക്കാൾ ഹാപ്പിനെസ് അവർ കാണിക്കുക എന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടുള്ള പ്യുവർ ജെമ്മാണ്, ഒരിക്കലും കൈവിടരുത്. ഫോർത്ത് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, ഈഗോ കാണിച്ചിട്ട്, തെറ്റ് മനസ്സിലാക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, അവിടെ പ്രശ്നമായി. പക്ഷേ പകരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തെറ്റ് ആരുടെ ഭാഗത്താണോ ആ തെറ്റ് സമ്മതിച്ചിട്ട് ഒരു ഈഗോ ഇല്ലാതെ സോറി പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ പാർട്ട്നേഴ്സിന്. സോ അതാണ് നാലാമത്തെ ഒരു കാര്യം കൂടി. ഫിഫ്ത്ത് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബിക്കോസ് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് കാണേണ്ടത് എന്താ, അവരുടെ കൂടെ, നമ്മുടെ പാർട്ട്ണറുടെ കൂടെ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. നമ്മൾ സേഫ് ആണോ, നമ്മൾ കംഫർട്ടബിൾ ആണോ, നമ്മൾ ഓക്കെ ആണോ. അങ്ങനെയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അഞ്ചാമത്തെ ഒരു കാര്യം അതാണ്, നമ്മൾ ആ പാർട്ട്ണറുടെ കൂടെ കംഫർട്ടബിളായിട്ട് ഭയങ്കര സമാധാനത്തിൽ അവർ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ളത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. സോ ഈ 5 കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഒരു ലൈഫിൻ്റെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള കുറച്ച് 5 പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോർ വീഡിയോസിന് വേണ്ടി ഡു ഫോളോ.